തലസ്ഥാന ജില്ലയിലെ ഒരു പ്രധാന മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രൽ രാഷ്ട്രീയ പോരിൽ ശ്രദ്ധാകേന്ദ്രമായ ഒരിടമാണ്. നിലവിൽ LDF ആണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുള്ളത്. ജനാധിപത്യ കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ആന്റണി രാജു. ഇപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ എങ്ങനെ വിധി എഴുതും എന്നാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. UDFന് വേണ്ടി രംഗത്തെത്തുന്നത് CMP ജനറൽ സെക്രട്ടറിയായ CP ജോൺ ആണ്. LDFന് വേണ്ടി സ്വതന്ത്രനായി നടൻ സുധീർ കരമനയാണ് രംഗത്തുള്ളത്. NDA സ്ഥാനാർത്ഥിയായി BJPയുടെ കരമന ജയനും എത്തുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ വലത് ഇടതുകൾക്കൊപ്പം NDAയ്ക്കും സാധ്യത കൽപ്പിക്കുന്നതിനാൽ ഒരു ത്രികോണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്ന പ്രതീതിയാണ് ഉള്ളത്. LDFനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലാണ് അവിടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ചെറിയ ആശയക്കുഴപ്പമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റായിരുന്നു ഇത്. ആന്റണി രാജു പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണല്ലോ. എന്നാൽ അദ്ദേഹത്തിന് തൊണ്ടി മുതൽ കേസിൽ അയോഗ്യത നേരിടേണ്ടി വന്നതോടെ ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായി. തുടർന്ന് വലിയ ചർച്ചകൾക്ക് ശേഷം സുധീർ കരമനയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. വലിയ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും അദ്ദേഹം ഇതിനു മുൻപേ തിരഞ്ഞെടുപ്പുകളിൽ CPMന്റെ പ്രചാരണത്തിനൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം UDFൽ ഒരു സീറ്റ് വച്ചുമാറലിലൂടെയാണ് CP ജോൺ മത്സരാർത്ഥിയാകുന്നത്. കോൺഗ്രസ് അവരുടെ സീറ്റ് CMPക്ക് വിട്ടു നൽകുകയായിരുന്നു. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് ഈ സീറ്റ് കൈമാറ്റം തന്നെ നടന്നത്. വിജയപ്രതീക്ഷ നൽകുന്ന സീറ്റ് CP ജോണിനെ പോലൊരു മികച്ച സ്ഥാനാർത്ഥിക്ക് നൽകുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ അത് സഹായകമാകുമെന്ന് UDF വിശ്വസിക്കുന്നുണ്ട്. 2011 മണ്ഡലം പുനർനിർണയത്തിന് ശേഷമാണ് ഈ മണ്ഡലം നിലവിലെ രൂപത്തിലാകുന്നത്. 2011 മുൻപ് ഇത് തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലമായിരുന്നു. 2011 തിരുവനന്തപുരം സെൻട്രൽ ആയതിനു ശേഷം UDFനു വേണ്ടി VS ശിവകുമാറാണ് 3 തവണയും മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. 2011 16 അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. 2021 LDF മുന്നണിക്ക് വേണ്ടി ആന്റണി രാജു മത്സരിച്ചപ്പോൾ ശിവകുമാർ 7089 വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ തവണ VS ശിവകുമാർ തോറ്റതുപോലെ UDF ഇത്തവണ ഇവിടെ പരാജയപ്പെടുമെന്ന് കരുതേണ്ടതില്ലെന്നാണ് CP ജോണിന്റെ അഭിപ്രായം. ഏറെക്കുറെ അത് ശരിയാണ് താനും. മണ്ഡലത്തിൽ UDFന് ശക്തമായ സ്വാധീനം തന്നെയുണ്ട്. അതിനൊപ്പം ജനകീയനായ കർമ്മനിരതനായ CP ജോണിനെ പോലൊരു സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുകയാണെങ്കിൽ ആ സാധ്യതകൾ ശക്തിപ്പെടുകയും ചെയ്യും. തിരുവനന്തപുരവുമായി 40 വർഷം നീണ്ട ബന്ധം അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. CP ജോണിന്റെ കാര്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപേ UDFൽ ഉയർന്ന പൊതുവികാരമായിരുന്നു CP ജോണിന് ഒരു ഉറച്ച സീറ്റ് നൽകുക എന്നത്. അതിനൊരു കാരണവുമുണ്ട്. അവസാന കാലത്ത് CPMനോടുള്ള നിലപാടിൽ MV രാഘവന് ചാഞ്ചല്യം വന്നപ്പോഴും UDFനൊപ്പം ഉറച്ചു നിന്ന ശബ്ദമാണ് ജോണിൻ്റേത്. ജന്മനാടായ കുന്നംകുളത്ത് 2 തവണ ഇദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം തലസ്ഥാനത്തെത്തുമ്പോൾ ഇവിടെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ എന്നത് 4 പതിറ്റാണ്ട് കാലത്തെ വ്യക്തിബന്ധത്തിൽ നിന്നുകൂടി ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഒരു കാര്യം എടുത്തു പറയേണ്ടത് പഴയ ഇടതുപാളയത്തിൽ നിന്നും വന്ന വ്യക്തി എന്ന നിലയ്ക്കും അവരോടൊപ്പം പ്രവർത്തിച്ചതിനാലും തന്നെയും ജോണിന്റെ CPM വിമർശനത്തിന് നല്ല മൂർച്ചയാണ്. SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ദേശീയ ഉപാധ്യക്ഷനുമൊക്കെയായ ചരിത്രം ഇയാൾക്കുണ്ട്. ഒരുപക്ഷെ CMPക്ക് ആകെ ലഭിച്ച സീറ്റ് എന്ന നിലയ്ക്ക് വളരെ ശക്തമായ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരത്തെ UDF പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി തന്നെ രംഗത്തുണ്ട്. ആദ്യം സ്ഥാനാർത്ഥിത്വത്തിൽ പ്രാദേശികമായി ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ അതെല്ലാം നിഷ്പ്രഭമായി പോവുകയാണല്ലോ പതിവ്. UDF അധികാരത്തിലെത്തിയാൽ തിരുവനന്തപുരം സെൻട്രൽ ഒരു മന്ത്രിമണ്ഡലമാകുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ്. LDFലെ സുധീർ കരമന ഒരു ജനപ്രിയ മുഖമാണ്. രാഷ്ട്രീയത്തിൽ അത്ര അല്ല എങ്കിലും സിനിമാ മേഖലയിൽ നിന്നും. ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇടത് വോട്ടുകൾ പിടിക്കാൻ സാധിക്കും. എന്നാലും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുള്ളതുകൊണ്ട് തന്നെ വ്യക്തിഗത പ്രവർത്തനം മുൻനിർത്തി അതിനപ്പുറം എന്തെങ്കിലും ഗുണം വോട്ടായി മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതാനാകില്ല. ഒരു ഉറച്ച ഇടത് കോട്ടയല്ല തിരുവനന്തപുരം സെൻട്രൽ എന്നും ഓർക്കണം. എന്നാലും മണ്ഡലം നിലനിർത്താൻ LDF പരമാവധി ശ്രമിക്കും. അത് വിജയിക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന് ഉറച്ച് വിധി എഴുതാനും സാധിക്കില്ല. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ LDF ആണ് ലീഡ് ചെയ്തത് എന്ന കാര്യവും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 6346 അധിക വോട്ടുകൾ അവിടെ അവർ നേടി. കരമന ജയനിലൂടെ NDA ഇവിടെ പിടിക്കുന്ന വോട്ടുകൾ മറ്റ് ഇരു മുന്നണികൾക്കും നിർണായകമാകുമെന്ന കാര്യം കൂടി ഇവിടെ ഓർക്കണം. കരമന ജയൻ ഇവിടെയുള്ള ആൾ ആണെങ്കിലും BJPക്ക് വിജയിക്കാനുള്ള സ്വാധീനമൊന്നും മണ്ഡലത്തിലുണ്ടെന്ന് കരുതാൻ വയ്യ.
നഗരസഭ പിടിച്ച മേന്മ പറഞ്ഞാലും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കണക്കാക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം മോദിയുടെ റോഡ് ഷോ ഒക്കെ ഇവർക്ക് വല്ല ഗുണവും ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്ക് കൂടി പറഞ്ഞു പോകാം. ശശി തരൂറാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്തത് 4541 വോട്ടുകൾക്ക്. രണ്ടാം സ്ഥാനത്ത് BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. CPI ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് മാത്രമല്ല, പന്ന്യൻ രവീന്ദ്രൻ നേടിയ വോട്ട് എന്ന് പറയുന്നത് 27,076 മാത്രമാണ്. എന്നാൽ നേരത്തെ തദ്ദേശ കണക്കുകൾ പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ LDF ലീഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾ എങ്ങോട്ടും അറിയുമെന്നുള്ളത് തിരുവനന്തപുരത്ത് പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പൊതുവെ UDFന് നിയമസഭാ ഇലക്ഷനുകളിൽ അനുകൂല സ്വഭാവം കാണിക്കുന്ന മണ്ഡലം, ഇടതിന്റെയും വലതിന്റെയും സീറ്റ് ഫോർമുലകളിൽ വന്ന മാറ്റം, ഇതൊക്കെ ഇത്തവണ ഘടകങ്ങളാകും. ഇനി ആര് ഇവിടെ വിജയിയാകുമെന്നത് ഒരു സസ്പെൻസ് ആയി തന്നെ നിൽക്കും. മെയ് 4-ന് ബാക്കി അറിയാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.